بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി. അത് തന്നെ അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ തൗഫീഖാണ്. ഖുർആൻ പഠിക്കാൻ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്നിട്ടുന്ന വലിയ നിഅമത്ത് തന്നെയാണ്. പിശാചിൻ്റെ പ്രേരണയില്ലാതെ, അതിലകപ്പെടാതെ, അതിൽ വഞ്ചിതനാകാതെ, ദുനിയാവിൻ്റെ മറ്റുള്ള തിരക്കുകളിൽ വഞ്ചിതരാകാതെ ഖുർആൻ്റെ സദസ്സിൽ മലക്കുകൾ പങ്കെടുക്കുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ഉണ്ടാകുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സാക്ഷിയാക്കി ഞാൻ എൻ്റെ ആ അടിമകൾക്ക് മാപ്പാക്കി കൊടുത്തു, പുറത്തു കൊടുത്തു എന്ന് പറയുന്ന ആ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ എന്തോ ഒരു ഖൈർ ഉദ്ദേശിക്കുന്നു എന്നതിന് തെളിവാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആരിലെങ്കിലും അടിമകളിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന് പഠിക്കാനുള്ള തൗഫീഖ് കൊടുക്കും. ദീൻ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ അതേ പ്രായത്തിലുള്ള ആൾക്കാർ, നമ്മളെ അനുജന്മാർ, ജ്യേഷ്ഠന്മാർ എല്ലാവരും അവരുടേതായ നഫ്സിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിച്ച് സമയം ചിലവഴിക്കുന്ന സമയം അതൊക്കെ മാറ്റിവെച്ച് അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കാൻ, അത് കേൾക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെടുത്തിക്കൂടാ. ഏതുപോലെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ആദ്യമായി ഉസ്താദിൻ്റെ സദസ്സിലേക്ക് വരികയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഇമാം ഷാഫിയുടെ പ്രധാനപ്പെട്ടൊരു ഉസ്താദാണ്. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലയുടെ സദസ്സിലേക്ക് വന്ന ഇമാം ഷാഫിഈ റഹിമഹുല്ലയോട് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, ഞാൻ നിൻ്റെ മുഖത്ത്, നിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു പ്രകാശമിട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ. തെറ്റുകൾ ചെയ്ത് നീ ആ പ്രകാശത്തെ കെടുത്തിക്കളയരുത്. അപ്പം അള്ളാഹു നമുക്ക് ദീനിൻ്റെ മാർഗത്തിൽ, ഇൽമിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പിടിച്ചോണം, രക്ഷപ്പെടാം. അങ്ങനെ ഫിത്നയുള്ള കാലഘട്ടമാണ്. നമുക്കതിൻ്റെ വാതിൽ അള്ളാഹു തുറന്നു തന്നു, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു, അതിനുള്ള വഴികൾ തുറന്നു കാട്ടിത്തന്നു. ഇനി അങ്ങോട്ട് അതിൽ സഞ്ചരിച്ച്, അതിനെ മുറുകെ പിടിച്ച് ഇൽമുകൾ കരസ്ഥമാക്കി, അള്ളാഹിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കി മരണപ്പെടുന്നത് വരെ ജീവിക്കുക ഇസ്തിഖാമത്തോടുകൂടി. അതാണ് വേണ്ടത്. ചെറിയൊരു അശ്രദ്ധ മതി ഈ തൗഫീഖ് ഉയർത്തപ്പെടാൻ. അതുകൊണ്ട് ആ കിട്ടിയ ഭാഗ്യം, ആ തൗഫീഖ് അത് കെടാതെ, അത് നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഭാഗത്തുനിന്ന് പ്രത്യേകം അമല് വേണം. അതിനപ്പുറം ദുആവും വേണം. ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. സഹാബാക്കൾ പോലും എന്തായിട്ടുണ്ട്, തിരിച്ച് കുഫറിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ചില സഹാബാക്കൾ, അള്ളാഹു കാക്കട്ടെ. നേരെ തിരിച്ച് കുഫറിൻ്റെ അങ്ങേ അറ്റത്തുണ്ടായവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സഹാബാക്കളായി മുസ്ലിങ്ങളുടെ നേതാക്കന്മാരുമായിട്ടുണ്ട്. എല്ലാം അള്ളാഹിൻ്റെ കയ്യിലാണ്, എല്ലാം അള്ളാഹിൻ്റെ കയ്യിലാണ്. നമ്മുടെ ആഖിബത്താണ് പരിഗണിക്കപ്പെടുക. അള്ളാഹു ആഖിബത്ത് നന്നാക്കട്ടെ. അഥവാ നമ്മുടെ അവസാന സമയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ്റെ അവസാന സമയമാണ് അള്ളാഹു പരിഗണിക്കുക. അതുകൊണ്ട് ഇസ്തിഖാമത്തിനോട് എപ്പോഴും ദുആ ചെയ്യണം. ഇപ്പം പോകുന്ന അവസ്ഥയിൽ ഞാനെല്ലാം തികഞ്ഞു എന്ന് വിശ്വാസത്തോടുകൂടി അങ്ങ് ജീവിച്ചാൽ, നമ്മളെ അങ്ങനെയല്ല.
നമ്മുടെ ആഖിബത്ത് നന്നാകാൻ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നല്ല രീതിയിലായിരിക്കും ജീവിക്കുക, പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെയെങ്കിലും പിശാചിൻ്റെ പ്രേരണയിൽ തെറ്റിപ്പോയാൽ അവിടെയാണ് നമ്മുടെ മരണം വരുന്നതെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. നമ്മുടെ ആഖിബത്ത് നന്നാകാൻ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാമുഖം എന്നോണം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നമുക്ക് കിട്ടിയത് വലിയ തൗഫീഖാണെന്ന് ബോധ്യപ്പെടാൻ. ഈ ചെറിയൊരു ഇരുത്താണെങ്കിലും ചെറിയൊരു സദസ്സാണെങ്കിലും അത് കിട്ടിയത് വലിയ തൗഫീഖാണ്. അത് തൗഫീഖിനെ മനസ്സിലാക്കാനൊന്ന് സൂചിപ്പിച്ച് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പറയുന്നത് സൂറത്ത് യാസീൻ്റെ 30-ാമത്തെ ആയത്ത് പൂർത്തിയായി. അതിന് 31-ാമത്തെ ആയത്താണ്. ഇതുവരെ അള്ളാഹു പറഞ്ഞത് ആ അസ്ഹാബുൽ ഖറിയ, ഒരു നാട്ടുകാരെ സംബന്ധിച്ചാണ്. അന്താക്കിയ എന്ന നാട്, ആ നാട്ടിലേക്ക് വന്ന പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരെ നിഷേധിച്ച ആ നാട്ടുകാർക്ക് അള്ളാഹു ശിക്ഷ കൊടുത്തതും അവരെ നശിപ്പിച്ചതുമായ സംഭവം പറഞ്ഞു. പിന്നെ അവരിൽ നന്നായി ജീവിച്ച ഒരാൾ, പ്രവാചകന്മാരുടെ വിളിക്കുത്തരം നൽകി അവരെ അനുസരിച്ച് ജീവിച്ച ഒരാൾ, ആ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ച ഒരാൾ, അദ്ദേഹം മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ആ വലിയ സ്ഥാനം അത് എൻ്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്ന ആ വിലാപവും അള്ളാഹു പറഞ്ഞു. പിന്നെ അള്ളാഹു പറയാണ്, അലം യറൗ, അവർ കാണുന്നില്ലേ, കം അഹ്ലക്നാ ഖബ്ലഹും, അവർക്ക് മുമ്പ് എത്രയോ പേരെ നാം നശിപ്പിച്ചു. മിനൽ ഖുറൂനി, ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ സമുദായക്കാരെ നാം നശിപ്പിച്ചു. അവർ കാണുന്നില്ല എന്ത്, അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, ആ നശിപ്പിക്കപ്പെട്ടവരാരും ഇതുവരെ മരണത്തിന് ശേഷം തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അപ്പോൾ അത് അവർ കാണുന്നില്ലേ? അങ്ങനെ മടങ്ങി വന്നിരുന്നെങ്കിൽ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമായിരുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പക്ഷേ ആ സംഭവിക്കുന്ന കാര്യം പ്രവാചകന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നശിപ്പിക്കപ്പെട്ട ആരും മരണപ്പെട്ട ആരും തിരിച്ചു വന്നിട്ട് ആ മരണത്തിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താ അവരത് മനസ്സിലാക്കാത്തത്? ആ മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവാചകന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ എന്ത് ചെയ്യുന്നില്ല, അത് കേൾക്കുന്നില്ല, അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. വഇൻ കുല്ലു ലമ്മാ ജമീഉൽ ലദൈന മുഹ്ളറൂൻ, അവരെല്ലാവരും, മുമ്പ് നശിപ്പിക്കപ്പെട്ടവരും ഇപ്പം നശിപ്പിക്കപ്പെട്ടവരും ഇനി നശിപ്പിക്കാനിരിക്കുന്നവരും എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ആ ഒരു സംഭവം അള്ളാഹു അവസാനിപ്പിച്ചു. ഇനി അങ്ങോട്ട് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള, അള്ളാഹു അടിമകൾക്ക് നൽകിയ ചില നിഅമത്തുകളെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. ഓരോ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ഖുർആനിൽ പല ഉപമകളും പറഞ്ഞിട്ടുണ്ട്. ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ചരിത്ര സംഭവങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊക്കെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. അവന് മാത്രമാണ് ഈ ദുനിയാവിലെല്ലാ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളത്. മരണത്തിന് ശേഷം നിങ്ങളെ കൊണ്ടുവരും, നിങ്ങൾക്ക് ഹിസാബുണ്ട് എന്നൊക്കെ അറിയിക്കുന്ന, അതിലേക്ക് മനുഷ്യൻ്റെ ബുദ്ധിയെ, ചിന്തയെ നയിക്കുന്ന കുറേ ഉദാഹരണങ്ങൾ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെയൊരു ഉദാഹരണമാണ് ഈ ആയത്ത് പറയുന്നത്. വആയത്തുൽ ലഹും, വആയത്തുൻ ദൃഷ്ടാന്തം, ലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ്, അൽ അർദുൽ മൈതതു മരിച്ച ഭൂമി. മരിച്ച ഭൂമി എന്ന് പറഞ്ഞാൽ ഉണങ്ങി വറ്റി വരണ്ട ഭൂമി. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിച്ചു. നമ്മൾ കണ്ടല്ലേ, നമ്മുടെ നാട്ടിൽ ഈ ജൂൺ ജൂലൈ ഈ മാസത്തിൻ്റെ മുമ്പ് വരെ ഏതൊരവസ്ഥ ഉണ്ടായിരുന്നത്? വറ്റി വരണ്ട് അല്ലേ, അങ്ങനെ എത്തി, ഒരു ജലമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. പെട്ടെന്ന് മഴ വന്നു, അതൊക്കെ നനഞ്ഞു, അത് പ്രത്യേകമായ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകം ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭൂമി എന്ത് ചെയ്ത് ഈ മഴക്കാലാകുമ്പോഴേക്കും ഭൂമി ഒന്ന് പുതുജീവിച്ച് വരുന്നതും സസ്യങ്ങൾ മുളക്കുന്നതും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ലാതെ നമുക്ക്.
ഓരോ വർഷം നമ്മൾ കാണുകയാണ്. അഹ്യൈനാഹ, നാം ഭൂമിയെ ജീവിപ്പിച്ചു. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, വഅഖ്റജ്നാ, നാം പുറത്തു കൊണ്ടുവന്നു. അഖ്റജ്ന, പുറത്തു കൊണ്ടുവന്നു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്, ഹബ്ബൻ, ധാന്യങ്ങൾ. ഫമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്നും അവർ ഭക്ഷിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച്, സൃഷ്ടാവിനെ സംബന്ധിച്ച് ചിന്തിക്കാനാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. എങ്ങനെ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും മരിച്ച് മണ്ണായി പോയതിന് ശേഷം നിങ്ങളെ അള്ളാഹു ജീവിപ്പിക്കും. രണ്ടാമതൊരു ജീവിതമുണ്ട്. അതിനെ അള്ളാഹു ഉദാഹരണം പറയുന്നിടത്തേക്കാണ്, വറ്റി വരണ്ട ഭൂമിയിലേക്കാണ്. അല്ലേ? വറ്റി വരണ്ട ഭൂമി, ഒന്നുമില്ല. മഴ വന്നു, 2 മഴയാകുമ്പോഴേക്കും ഭൂമിയുടെ സ്വഭാവം അങ്ങ് മാറി. സസ്യങ്ങളൊക്കെ നല്ല രീതിയിൽ അല്ലേ വളർന്നു വന്നു, എല്ലാം നല്ല ഉഷാറായി വന്നു. പെട്ടെന്ന് ആ ഒരു ഭൂപ്രദേശം തന്നെ മാറി. അതേപോലെ നിങ്ങൾ മരിച്ച് മണ്ണായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ജീവിപ്പിക്കും എന്നതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെ പല ആയത്തുകളിലും ഭൂമിയെ ഇങ്ങനെ അള്ളാഹു പുനർജീവിപ്പിക്കുന്നത്, ഖിയാമത്ത് നാളിൻ്റെ പുനർജീവിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഉദാഹരണമായിട്ട് പല ആയത്തുകളിലും ഇതേപോലെ പറയുന്നുണ്ട്. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, പിന്നെ വിശദീകരിക്കാൻ, വജഅൽനാ ഫീഹ, ആ ഭൂമിയിൽ നാം സംവിധാനിച്ചു, ജന്നാത്തിൻ, തോട്ടങ്ങൾ. ഇതൊക്കെ അള്ളാഹിൻ്റെ അത്ഭുതമാണ്. നമ്മുടെ നാട്ടിലെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ അള്ളാഹു എന്തൊക്കെയോ നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സംവിധാനിച്ചത് എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കലിമത്തിന് വേണ്ടിയിട്ടാണ്, തൗഹീദിന് വേണ്ടിയിട്ടാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഖലഖലകും, അത് വേറെ ആയത്താണ്. ഖലഖലകും, നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു. മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സകല വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് നാം സൃഷ്ടിച്ചത്. ആ നിങ്ങൾ ആരാണ്? അൽ മുവഹിദൂൻ, മുവഹിദീങ്ങളാണ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചത് മുവഹിദീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആഖിറത്തിൽ കാഫിര്യങ്ങൾ കുടിച്ച ഒരു ഇറക്ക് വെള്ളത്തിന് പോലും നാളെ ഹിസാബ് പറയേണ്ടി വരും. കാരണം അവർക്കത് അർഹതപ്പെട്ടതല്ല. മുവഹിദീങ്ങളല്ലാത്തവർക്ക് അത് അർഹതപ്പെട്ടതല്ല. ഇത് നമ്മളെടുക്കുന്ന ശ്വാസം വില പറയേണ്ടി വരില്ല അള്ളാഹ് എടുക്കൽ. എത്രത്തോളം എന്ന് വെച്ചാൽ നിഅമത്തുകളെ സംബന്ധിച്ച്, അള്ളാഹു നൽകിയ നിഅമത്തുകളെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കും. റസൂൽ പറഞ്ഞു, സൂര്യൻ്റെ വെയിലടിക്കാതിരിക്കാൻ, ആ ചൂടിൽ നിന്നും ആശ്വാസം കിട്ടാൻ നിങ്ങൾ കയറി നിന്ന തണലുണ്ടല്ലോ, ആ തണലിനെ സംബന്ധിച്ചും അള്ളാഹു ചോദിക്കും. അത് അള്ളാഹിൻ്റെ വലിയ നിഅമത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, തണലില്ലെങ്കിൽ, തണൽ എന്ന സംവിധാനം അള്ളാഹു സംവിധാനിച്ചിട്ടില്ലെങ്കിൽ അധികം നേരം നമുക്ക് നിൽക്കാൻ കഴിയുമോ പുറത്ത് സൂര്യൻ്റെ ചൂടിൽ? അതൊരു വലിയ നിഅമത്താണ് ചിന്തിക്കുന്നവർക്ക്. അള്ളാഹിനെ പറ്റി, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് അത് വലിയ നിഅമത്താണ്. ആ നിഅമത്തിനെ പറ്റി പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ആൾ ആഖിറത്തിൽ. അതാ പറയണം, ഓരോ നിഅമത്തിൽ എടുത്തു പറയാണ്, വജഅൽനാ ഫീഹ, ആ ഭൂമിയിൽ നാം സംവിധാനിച്ചു, ജന്നാത്തിൻ, തോട്ടങ്ങൾ, മിൻ നഖീലിൻ വ അഅനാബ്, നഖീൽ എന്ന് പറഞ്ഞാൽ ഈന്തപ്പന തോട്ടം, വ അഅനാബ്, മുന്തിരിത്തോട്ടം. ഈ 2 തോട്ടങ്ങൾ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അറബികൾക്ക് സുപരിചിതമായ 2 തോട്ടങ്ങളാണ്, ഈന്തപ്പനത്തോട്ടവും മുന്തിരിത്തോട്ടവും. അപ്പോൾ അവർക്ക് ചിന്തിക്കാൻ വേണ്ടി ആ സമൂഹത്തെ പരിഗണിച്ചാണ് അള്ളാഹു ഈ 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, വഫജ്ജർന, നാം എന്ത് ചെയ്തു? കുഴിച്ചു 2 ഭാഗങ്ങളാക്കി പൊട്ടിച്ചു. മിനൽ ഉയൂൻ, നദികൾ. ഭൂമിയിൽ നമ്മൾ പഠിച്ചല്ലേ, ഭൂമിൻ്റെ അടിയിലൊക്കെ വെള്ളമാണ്. അതിനെ നദികളായി, പുഴകളായി അള്ളാഹു ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് വേണ്ടി സംരക്ഷിച്ചിരിക്കുന്നതാണ്. അതിനൊക്കെ അത്ഭുതം ചിന്തിച്ചു നോക്കി. സൃഷ്ടിപ്പ് അള്ളാഹു ചില സ്ഥലത്ത് ഭൂമിയിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. ആർക്ക് വേണ്ടി? മനുഷ്യന് വേണ്ടി, നമുക്ക് വേണ്ടി. ആര്? മുവഹിദീങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ നദികളെ സംവിധാനിച്ചതും തോട്ടങ്ങളെ സംവിധാനിച്ചതും അതൊക്കെ വലിയ നിഅമത്തുകളായിട്ട് അള്ളാഹു എടുത്തു പറയാണ്. ഇതൊക്കെ എന്തിനാ സംവിധാനിച്ചത്? ലിയഅ്കുലൂ മിൻ സമരിഹി, ലിയഅ്കുലൂ, അവർ തിന്നാൻ വേണ്ടി, അവർ തിന്നാൻ വേണ്ടി.
മിൻ സമരിഹി അതിൻ്റെ ഫലങ്ങളിൽ നിന്ന്, വമാ അമിലത്ഹു ഐദീഹിം അതേപോലെ തന്നെ അവരുടെ കൈകൾ പണിയെടുത്തുണ്ടാക്കിയതിൽ നിന്ന്. അവിടെ കുറച്ച് വിശദീകരിക്കാനുണ്ട്. അഫലാ യഷ്കുറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഈ നിഅമത്തുകളൊക്കെ ചെയ്തിട്ട് അഫലാ യഷ്കുറൂൻ, അവർക്ക് എന്താ നന്ദിയുള്ളവരായി കൂടെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു ചെടി നട്ടു, അല്ലെങ്കിൽ ഒരു ധാന്യം കുഴിച്ചിട്ടു, ഒരു വിത്ത് കുഴിച്ചിട്ടു, അതിനെ കുഴിച്ചിട്ടു, പിന്നീട് അള്ളാൻ്റെ പണിയാണ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്നും അതിനെ പൊട്ടിച്ച് ഒരു ചെറിയ തൈ അതിൽ നിന്ന് മുളപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അള്ളാഹു ആക്കി തരണം. അത് അള്ളാൻ്റെ വലിയ നിഅമത്താണ്. അതൊക്കെ വലിയ നിഅമത്തായിട്ട് അത് എടുത്തു പറയാണ്. വമാ അമിലത്ഹു ഐദീഹിം, പിന്നെ അവരുടെ കരങ്ങൾ, അവർ അധ്വാനിച്ചുണ്ടാക്കിയത്. അപ്പം കൃഷിയിടങ്ങളിൽ നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും കായ്കനികൾ തരേണ്ടത് അള്ളാഹുവാണ്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അള്ളാഹു മുളപ്പിക്കേണ്ട തീരുമാനിച്ചാലാവോ? ഇല്ല. അതെന്നെ ചിന്തിച്ചാൽ മതി. അള്ളാഹിൻ്റെ തദ്ബീറാത്തുകൾ, ഭൂമിയിലുള്ള കൈകാര്യകർത്തം നമുക്ക് മനസ്സിലാകാൻ, ബോധ്യപ്പെടാൻ. പിന്നെ വമാ അമിലത്ഹു ഐദീഹിം, അവരുടെ കരങ്ങൾ, കൈകൾ കൊണ്ട് അവർ അധ്വാനിച്ചുണ്ടാക്കിയത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും നല്ല സമ്പാദന രീതി ഏതാണ്? സമ്പത്ത് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല എളുപ്പം. അത്യബ് എന്ന് പറഞ്ഞാൽ 3 അർത്ഥമാണ്. ബർക്കത്തുള്ളത്, അധികമായിട്ടുള്ളത്, അതുപോലെ തന്നെ അഫ്ളൽ, ഏറ്റവും പരിശുദ്ധമായത്. ഈ 3 അർത്ഥം അത്യബ് എന്ന വാക്കിലുണ്ട്. അപ്പം അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും നല്ല സമ്പാദന രീതി ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി, ഒരാൾ അവൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. മുഅ്മിനീങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണിത്. നമ്മൾ സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, അതിന് അള്ളാഹു ബർക്കത്ത് നൽകും. അത് അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിക്കുന്നു. അഥവാ മറ്റൊരാളിലേക്ക് ആവശ്യക്കാരാകാതെ, മറ്റൊരാളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ടുവെക്കാതെ, അള്ളാഹു നൽകിയ കഴിവനുസരിച്ച് സ്വന്തം അധ്വാനിച്ച് ജീവിക്കുക. അള്ളാഹു എല്ലാവർക്കും എന്തുണ്ട്? ഓരോ കഴിവ് നൽകിയിട്ടുണ്ട്, വ്യത്യസ്തമായ കഴിവുകൾ. നിങ്ങൾ മൃഗങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യരല്ലാത്ത മറ്റു ജന്തുജാലങ്ങൾ എല്ലാത്തിനും ഒരേ കഴിവാണ്, ഒരേ രീതിയിലുള്ള ശൈലിയാണ്. ഇപ്പം സിംഹങ്ങൾ ഇരപിടിക്കുന്ന രീതി എല്ലാ സിംഹത്തിനും ഒരേ രീതിയാണ്. കാക്കകൾ ഭക്ഷണം തേടുന്നത്, എല്ലാ കാക്കകൾക്കും ഒരേ രീതിയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഉറുമ്പുകൾക്ക് ഒരേ രീതിയാണ്, തേനീച്ചകൾക്ക് ഒരേ രീതിയാണ് അള്ളാഹു നിശ്ചയിച്ചത്. മനുഷ്യനോ വ്യത്യസ്തമായ രീതിയാണ് അള്ളാഹു നിശ്ചയിച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്, എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. അതുപയോഗിച്ച് മനുഷ്യൻ എന്ത് ചെയ്യണം? മഈശത്ത് കണ്ടെത്തണം, അവൻ്റെ ഉപജീവന മാർഗം അവൻ കണ്ടെത്തണം. അതാണ് അമലുർ റജുലി ബിയദിഹി, ഒരാൾ സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്. രണ്ടാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ബൈഇൻ മബ്റൂർ, ചതിയും വഞ്ചനയുമില്ലാത്ത കച്ചവടം. മറ്റൊരാളെ ചതിക്കാതെ വഞ്ചിക്കാതെയുള്ള ഹലാലായ രീതിയിലുള്ള കച്ചവടം. ഇത് രണ്ടിലും എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാളെ ആസ്വദിക്കാൻ പാടില്ല, മറ്റൊരാളുടെ സമ്പത്തിനെ കണ്ടിട്ട് ജീവിക്കാൻ പാടില്ല. അള്ളാഹു നൽകിയ കഴിവനുസരിച്ച് അധ്വാനിച്ച് ജീവിക്കുക. അതിലെന്തുണ്ട്? അഭിമാനവും ഇസ്സത്തും ഉണ്ട്. മറ്റൊരാൾക്ക് മുമ്പിൽ കൈനീട്ടാതെ, ആവശ്യങ്ങൾ പറയാതെ സ്വന്തം അധ്വാനിച്ച് ജീവിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കാട്ടിൽ പോയി വിറകുകൾ ശേഖരിച്ച് അത് കയറുകൊണ്ട് കെട്ടി അവൻ്റെ മുതുകത്ത് വെച്ച് പട്ടണത്തിലേക്ക് വന്ന് അത് വിറ്റിട്ടുണ്ടാകുന്ന പൈസ, ആ പൈസ കൊണ്ട് അവൻ സ്വന്തം ഭക്ഷിക്കുന്നു, അവൻ്റെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുന്നു. അതാണ് ഏറ്റവും അഫ്ളലായ ഭക്ഷണം, ഹലാലായ ഭക്ഷണം. അവൻ സ്വന്തം അധ്വാനിച്ച ആ വേർപ്പ് പൊടിച്ചുണ്ടാക്കിയ ആ സമ്പത്ത്. എന്തിനേക്കാൾ?
ജനങ്ങളുടെ മുമ്പിൽ യതകഫഫൂന അന്നാസ, ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ, റസൂൽ എത്ര ഹക്കാണ് നോക്കിയ, ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ അഫ്ദൽ ആ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, അഅതാഹുന്നാസു ഔ മനഊഹ്, ചിലപ്പം ജനങ്ങൾ അവർക്ക് നൽകും, ചിലപ്പോൾ എന്ത് ചെയ്യും, തള്ളിക്കളയും, കൊടുക്കൂല. അതിനേക്കാൾ അഫ്ദൽ ഖൈർ എന്താണ്, അവൻ സ്വന്തം ഉണ്ടാക്കിയ ഭക്ഷണമാണ്, അധ്വാനിച്ചുണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുഅ്മിനീങ്ങൾ അഭിമാനത്തോടെ അസ്സത്തോടെ ജീവിക്കേണ്ടവരാണ്. അള്ളാഹു എന്ത് ജോലിയാണോ നൽകിയത്, എന്ത് കഴിവാണോ നൽകിയത്, അതിൽ അഭിമാനിയായി ജീവിക്കുക. കിട്ടിയ ജോലി ചെയ്തിട്ട് അഭിമാനത്തോടെ ജീവിക്കണം. ചിലർക്ക് എന്തില്ല, സ്റ്റാറ്റസ് യോജിക്കില്ല. നമ്മുടെ നാട്ടിൽ കുറേ ചെറുപ്പക്കാരുണ്ട്, എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും, ആ പഠിച്ച ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ദുരഭിമാനം കാരണം എന്ത് ചെയ്യില്ല, കുടുംബത്തെ പോറ്റാൻ മറ്റുള്ള പണിക്കൊന്നും പോവുകയും ചെയ്യില്ല. ഇങ്ങനെ തന്നെ വീട്ടിൽ കുത്തിയിരിക്കും, ഫോണും കുത്തിയിരിക്കും. വലിയ പ്രശ്നമാണ് ഇപ്പം നമ്മളെ യുവാക്കൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ഓം വിചാരിച്ച ജോലി കിട്ടുന്നത് വരെ ഇങ്ങനെ ഉപ്പാര ചെലവിൽ കൈനൂടുക. അതൊന്നും ഒരു മുഅ്മിന്, ഒരു യഥാർത്ഥ മുഅ്മിന് പറഞ്ഞ സ്വഭാവമല്ല. എന്ത് ജോലിയാണെങ്കിലും അഭിമാനത്തോടെ ചെയ്യുക, ഹലാലായ രീതിയിൽ സമ്പാദിക്കുക, അതിൽ അള്ളാഹു ബർക്കത്ത് നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം ഹദ്ദാദൻ, കൊല്ലപ്പണിക്കാരനായിരുന്നു. കൊല്ലപ്പണി മനസ്സിലായില്ലേ, ഇരുമ്പിൻ്റെ കത്തിയെല്ലാം ഉണ്ടാക്കുന്നത്, മുറിച്ചാക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ പണി. കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറൻ, സക്കരിയ നബി അലൈഹിസ്സലാം ആശാരിപ്പണിക്കാരനായിരുന്നു. അതൊന്നും ചെറിയ ജോലിയില്ല, അമ്പിയാക്കന്മാർ ചെയ്ത ജോലിയല്ലേ. നമ്മുടെ നാട്ടിൽ എന്താ പണി, ആശാരിപ്പണി പറയാം, ഒരു കുറച്ചിലാണ്, അതിലൊരു കഴിവാണ്. നിങ്ങൾക്ക് ആക്കാൻ കഴിയും, ഒരു മരം കെട്ടി ഇങ്ങനെ ആക്കാൻ കഴിയുമോ, ആശാരിയാക്കും. അതാണ് അള്ളാഹു കൊടുക്കുന്ന കഴിവാണത്, അതെല്ലാവർക്കും ആവില്ല. നമ്മൾ കൈകൊണ്ടെടുക്കുന്ന കുറേ തൊഴിലുകളില്ലേ, നമ്മൾ നിസ്സാരമായി കാണുന്നതായിരിക്കും, പക്ഷെ അതൊക്കെ ഒരു കഴിവാണ്, എല്ലാവർക്കും ആവില്ല. അത് പഠിച്ചത് കൃത്യമായി ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ സിമ്പിളല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു വലിയ മരം, ആ മരം മുറിച്ച് അതൊരു കട്ടിലോ ഒരു മേശയോ ഒരു കസേരയൊക്കെ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അതിൻ്റെ പിറകിൽ ആ ആശാരം എത്ര പണിയെടുത്തിട്ടുണ്ടാവും, നമുക്കാവോ? അതിന് ഓരോ ജോലിക്കുന്നുണ്ട്, അതിൻ്റെതായ സ്ഥാനം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അപ്പം ദുരഭിമാനിയാകാതെ എന്ത് ജോലിയാണോ വൃത്തിയായി ചെയ്യാൻ പറ്റുക ആ ജോലി ഏറ്റെടുത്ത് അത് ചെയ്തിട്ട് അതിലൂടെ സമ്പത്ത് ഉണ്ടാക്കുക. കച്ചവടം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. എത്ര ബുദ്ധി ഉപയോഗിച്ചിട്ട് എങ്ങനെയും കച്ചവടം ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഹറാമായ രീതി സ്വീകരിക്കാൻ പാടില്ല. ചതി വഞ്ചന പറ്റൂല, ഹറാമായ രീതി പറ്റൂല. ഹലാലായ രീതിയിൽ എത്രയും സമ്പാദിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ പറഞ്ഞയച്ചു, ഒരു ദിനാർ കൊടുത്തിട്ട് ഒരു ആടിനെ വാങ്ങാൻ. സഹാബി എന്താക്കി, ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ദിനാർ കൊടുത്തിട്ട് 2 ആടിനെ വാങ്ങി. കഴിവാണ്. 2 ആടിനെ വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്ത് ചെയ്തു, ഒരാടിനെ 1 ദിനാറിന് വിറ്റു. അപ്പോൾ തിരിച്ചു വരുമ്പം ആ സഹാബിയുടെ കയ്യിൽ എന്തുണ്ട്, 1 ദിനാറുണ്ട്, 1 ആടുണ്ട്. റസൂലിന് സന്തോഷമായി. റസൂൽ ദുആ ചെയ്തു, നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. സഹാബാക്കൾ പറയാണ്, പിന്നീട് ആ സഹാബി മണ്ണ് വിറ്റാൽ പോലും ലാഭമാണ്. അതൊക്കെ കഴിവാണ്, അല്ലാഹു കൊടുക്കുന്ന കഴിവ്. എല്ലാവർക്കും അങ്ങനെ ആവില്ല, കച്ചവടത്തിൽ എല്ലാവർക്കും അങ്ങനെ ആവില്ല. പക്ഷെ ഹലാലായിരിക്കണം, ഹറാമാകാൻ പാടില്ല. അതുപോലെ തന്നെ ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് ചെയ്യണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സമ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ മക്കൾ പേച്ചുവാനുള്ള കാരണങ്ങളും. ശ്രദ്ധയില്ലായ്മ, സമ്പത്തിൽ സമ്പാദിക്കുന്ന സമയം ശ്രദ്ധയില്ലായ്മ നമ്മുടെ മക്കൾക്ക് അത് ബാധിക്കും. മക്കളുടെ ഇസ്ലാഹിയത്തിന്, സലാഹിയത്തിന്, നന്മക്ക് അത് ബാധിക്കും. കഴിയുന്ന ജോലി ഏറ്റെടുക്കാൻ പാടുള്ളൂ. കുറേ പണിക്കാരുണ്ട്, എല്ലാ ജോലി ഏറ്റെടുക്കും, മറ്റെങ്ങനെയൊക്കെ ആക്കിയിട്ട് ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും, തട്ടിക്കൂട്ടി ആക്കിത്തരും. മറ്റുള്ളവരുടെ സമ്പത്ത് നശിപ്പിക്കുക എന്നുള്ളത് 2 നിബന്ധനയാണ്. ഒരാളൊരു ജോലി ഏറ്റെടുക്കുമ്പം കവിയായിരിക്കണം, അമീനായിരിക്കണം. 2 കാര്യങ്ങളാണ്. കവിയായിരിക്കണം, അമീനായിരിക്കണം. കവി എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. എല്ലാവർക്കും എല്ലാ ജോലി ആവില്ലല്ലോ. ആ ഏറ്റെടുക്കുന്ന ജോലി ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. 2 വിശ്വസ്തനായിരിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം
മിസ്രിലെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കാണ് എന്താണ്? ഞാൻ കവിയാണ്, അമീനാണ്. ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, അല്ലേ? ഇജാൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ആ ദൗത്യം എന്നെ ഏൽപ്പിക്കണം, ഞാൻ എന്താണ്? കഴിവുള്ളവനാണ്, വിശ്വസ്തനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ജോലി കൊടുത്തല്ലോ ഭാര്യൻ്റെ പിതാവ്. ആ സമയത്ത് ആ ഭാര്യ പറഞ്ഞെന്താണ്? ഭാര്യയുടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആരാണ്? കവിയാണ്, അമീനാണ്. അങ്ങനെയാണ് ആ ആട്ടിനെ മേയ്ക്കുന്ന ജോലി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വേണം. എന്താണ്? ആ സമ്പത്തിൽ ബർക്കത്തുണ്ടാവും. കവിയായിരിക്കണം, അമീനായിരിക്കണം. ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ അതിൽ സത്യസന്ധത, വിശ്വസ്തത പാലിക്കണം. ഇപ്പോൾ സമയബന്ധിതമായി ചെയ്യേണ്ട ജോലി ഉണ്ടാവും, ആ സമയം ശ്രദ്ധിക്കണം. സമയത്തിൽ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒപ്പിട്ടിട്ട് ഇറങ്ങി വന്നാൽ അത് ഹറാമിൻ്റെ പൈസയാണ്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ജോലിയിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഓൻ ഏൽപ്പിച്ച ജോലി എന്താണ്? അത് കൃത്യമായിട്ട് ചെയ്യണം. ഓൻ കാണുന്നില്ലെങ്കിലും കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അത് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് മുഅ്മിനീങ്ങൾ ചെയ്താൽ തന്നെ സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കും. സാമ്പത്തിക മേഖല ശുദ്ധീകരിച്ചാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ സലാഹിയത്ത് ഉണ്ടാവും. ഹറാമ് ഭക്ഷിക്കുമ്പോഴാണ് ഹൃദയം കറുക്കുന്നത്, ഹൃദയത്തിൽ നന്മകൾ പോകാത്തത്, മക്കൾക്ക് നന്മകൾ മനസ്സിലാക്കാൻ കഴിയാത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ആട്ടിനെ മേയ്ക്കുക എന്നുള്ള ജോലി ചെയ്തിട്ടുണ്ട്, ആടിനെ മേയ്ക്കുന്ന ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ താങ്കളും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ റസൂൽ പറഞ്ഞു, അതെ, മക്കക്കാരുടെ ആടുമായിട്ട് ഞാൻ ഈ മലഞ്ചെരുവുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സഞ്ചരിച്ചിട്ടുണ്ട്. ഞാനും ആ ജോലി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? നമുക്ക് എന്ത് കഴിവാണോ അള്ളാഹു നൽകിയത് ആ കഴിവനുസരിച്ച് ഒരു ജോലി ചെയ്യുക, അഭിമാനത്തോടെ ജീവിക്കുക, മറ്റൊരാൾക്ക് മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ. അതാണ് വമാ അമിലതുഹു ഐദീഹിം, അവരുടെ കരങ്ങൾ ചെയ്തത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ആ നിഅമത്തുകളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, സുബ്ഹാനല്ലദീ, അവനെത്ര പരിശുദ്ധനാണ്, അവനെത്ര പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹ, റഹ്മത്തുള്ളാഹ്, എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചവൻ, എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചവൻ. മിമ്മാ തുംബിതുൽ അർള്, ഭൂമിയിൽ നിന്നും മുളച്ചു വരുന്നതിൽ നിന്ന്, ഭൂമിയിൽ നിന്നും മുളച്ചു വരുന്ന എല്ലാ സസ്യലതാദികൾ എന്താണ്? ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അതേപോലെ തന്നെ വമിൻ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിൽ നിന്നും, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ഓരോ വസ്തുവിനും അള്ളാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. വമിമ്മ ലാ യഅലമൂൻ, നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ നിന്നും, മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാനോ അറിയാനോ കഴിയാത്തതുമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു. അങ്ങനെ ഇണകളായി സൃഷ്ടിച്ച അവൻ എത്രയോ പരിശുദ്ധനാണ്. അത് അള്ളാഹുവിൻ്റെ ഖൽഖിന്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പെന്ന അധികാരത്തെ സംബന്ധിച്ചുള്ള പറയാണ്. ഇതൊക്കെ ഈ രീതിയിലൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച ആ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എന്തേ അവർക്ക് കഴിയാത്തത്? അല്ലേ? ഇതെല്ലാം സംവിധാനിച്ചു, എല്ലാത്തിനും സംവിധാനിക്കുകയും അതിനെ ഉടമപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല അതിനൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു അള്ളാഹുവിനെ മനസ്സിലാക്കാതെ എന്തെങ്കിലും ചെറിയൊരു ആവശ്യം വരുമ്പോഴേക്കും അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നവർ, അവിടെയാണ് ഈ ആയത്തുകളൊക്കെ അള്ളാഹു എത്തിക്കുന്നത്. കാരണം ഖുർആൻ ഉള്ളത് വന്നത് തൗഹീദിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ സംവിധാനിക്കുന്ന അള്ളാഹു നമുക്കൊരു ചെറിയ പനി വരുമ്പോഴേക്കും അള്ളാഹു അല്ലാത്തവരിലേക്ക് നാം അഭയം തേടിയാൽ, അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ചയാക്കിയാൽ അതൊക്കെ എന്താണ്? നമ്മുടെ തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. അതാണ് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ ആയത്തുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞെന്താണ്? ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചൊരു സംഭവം പറഞ്ഞു. ആ നശിപ്പിച്ചതിന് ശേഷം ഇതിലൊക്കെ ദൃഷ്ടാന്തം അവർക്കുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അവർ ശ്രദ്ധിച്ചില്ല. ഇത്രയും കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ പറയുന്നത്.